ആഭ്യന്തര കുറ്റവാളി നല്ല അടിപൊളി സിനിമ. ഈ സിനിമ മസ്റ്റായിട്ട് കല്യാണം കഴിച്ചവർ, കല്യാണം കഴിക്കാൻ പോകണവർ, കാമിതാക്കൾ എല്ലാവരും കാണണം. കാമിതാക്കൾ മീൻസ് കാമുകി കാമുകന്മാർ. അല്ല ഈ ഒരു ലെവലിലുള്ള സിനിമകൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഫാമിലി പ്രശ്നം, കല്യാണം, ഡിവോഴ്സ്, ഇതൊക്കെ ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പുരുഷന്മാർ മെൻ്റലി അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ പക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോടതിയിലുള്ള പല നിയമങ്ങളെ കാര്യവും എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ആസിഫ് അലി ഉണ്ട്. ആസിഫ് അലിയെ പറ്റി പറയേണ്ട കാര്യമില്ല, കിടില ആക്ടറാണ്. ആസിഫ് അലി, അസീസ്, ഹരിശ്രീ അശോകൻ, ആനന്ദ് മന്മഥൻ, അങ്ങനെ ഒരുപാട് പേര് വന്ന എല്ലാവരും നല്ല കിടിലം പെർഫോമൻസ്, ആരും വെറുപ്പിച്ചിട്ടില്ല. 2 മണിക്കൂർ സിനിമ ഉള്ളൂ. പിന്നെ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ മെൻ്റലിയും പല കാര്യങ്ങളും സ്ട്രെസ് അനുഭവിക്കണം, അതായത് ഫാമിലി ഇഷ്യൂവിൽ കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് പുരുഷന്മാരാണോ സ്ത്രീയാണോ, ആർക്കാണ് സത്യത്തിൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, സത്യത്തിൽ തുല്യത ഉണ്ടോ, അങ്ങനെ പല കാര്യങ്ങളും ഈ സിനിമയിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ഇതിൽ ആനന്ദ് മന്മഥൻ എന്ന് പറയുന്ന നടൻ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോകുമ്പോൾ അവിടെ ഉള്ളൊരു സീനുണ്ട്, നല്ല കിടിലൻ സീനാണ്. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ കിടിലൊരു സിനിമ, 1 day വാച്ചാണ്. പക്ഷേ ഒട്ടും ആർക്കും അങ്ങനെ സാറ്റിസ്ഫൈഡ് അല്ലാതെ ആരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങൂല. നല്ലൊരു സിനിമ, 2 മണിക്കൂറേ ഉള്ളൂ. മറ്റൊരു ഹിറ്റാവാനാണ് സാധ്യത. ആസിഫ് അലി ഇടയ്ക്ക് വെച്ച് കുറേ പാർട്ടി സിനിമകളൊക്കെ എടുത്ത് തൊലച്ചെങ്കിലും ആക്ടിങ്ങൊക്കെ പൊളിയാണ്. സെലക്ഷൻ, പക്ഷേ ഇപ്പോൾ ഉള്ള സെലക്ഷൻ എല്ലാം സൂപ്പറായിരുന്നു. സർക്കീട്ട് എന്നുള്ള സിനിമ നല്ല അടിപൊളി സിനിമയായിരുന്നു. ഓക്കെ, അപ്പോൾ പോയി കണ്ടോ. ബൈ.